ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ചൈനയിലുണ്ട്. ചൈനയിൽ നമ്മുടെ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ ചൈന ഇന്ത്യ ബന്ധത്തിലെ ഏറ്റവും ശക്തമായ ഒരു അധ്യായം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സംയുക്ത പ്രസ്താവന ഇന്ന് മിക്കവാറും വരും. അപ്പം അതിന് നമുക്ക് കാത്തിരിക്കാം. പക്ഷേ അതിനു മുമ്പ് സിനു ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ ഈ മോദി വിരുദ്ധരായ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ചൈന കൊള്ളാം. സഖാക്കൾ പറയുന്നുണ്ട് അവസാനം ചെങ്കൊടിത്തണലിൽ മോദി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചൈനയും ഇന്ത്യയും തമ്മിൽ എപ്പോഴായിരുന്നു ശത്രുത ഉണ്ടായത്? നമ്മൾ പൗരാണിക കാലം എടുക്കുക, ഇന്ത്യ ചൈന ആരോഗ്യകരമായ ബന്ധമായിരുന്നു, അല്ലേ? ചൈനീസ് സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കൊരു സിൽക്ക് റൂട്ട് ഉണ്ടായിരുന്നു. ഈ സിൽക്ക് റൂട്ടിലൂടെ നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ, പിന്നെന്താണ് മസാല, ഇതെല്ലാം ഈ സിൽക്ക് റൂട്ടിലൂടെ പോകുമായിരുന്നു. അവിടെ നിന്ന് എന്ത് പറ്റി? നമ്മുടെ ചൈനീസ് സിൽക്ക് ഇങ്ങോട്ട് വരും, ചൈനീസ് പാത്രങ്ങൾ വരും, അങ്ങനെ ഒരുപാട്. ചായ വന്നു, ചൈനയിലാണല്ലോ ചായ കണ്ടുപിടിച്ചത്. ചായ ചൈനയിൽ നിന്ന് വന്നു. ചൈനീസ് പാത്രങ്ങൾ, ചീനച്ചട്ടി, ചീനവല. അപ്പോൾ ഇന്ത്യ ചൈന തമ്മിൽ വലിയ സൗഹൃദം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതായത് ഫാഹിയാൻ വന്നു, ഹുയാൻസാങ് വന്നു, നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരെയൊക്കെ. അതുകൂടാതെ നമ്മുടെ ഇവിടുന്ന് ബോധിധർമ്മനെ, കാഞ്ചീപുരത്ത് നിന്ന് ബോധിധർമ്മനെ പോലെയുള്ള ആളുകൾ ചൈനയിലേക്ക് പോയി. അങ്ങനെ വലിയ ഒരു കൾച്ചർ ഇന്ത്യയും, സാംസ്കാരികമായ ഒരു കൾച്ചറൽ റിലേഷൻ ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എവിടെയാണ് സംഭവിച്ചത്? അത് നമ്മളൊന്ന് ആലോചിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്താതെ നമുക്കിതിന് ഈ വർത്തമാനം സാർത്ഥകമാവില്ല. കാരണം ഇന്ത്യ ചൈന ബന്ധം ഒരിക്കലും ശത്രുതാപരമായിരുന്നില്ല. ശത്രുതാപരമാകാൻ 3 കാരണങ്ങളാണുള്ളത്. നമ്മൾ ചരിത്രം, ജിയോ പൊളിറ്റിക്സ് നോക്കുമ്പോൾ 3 കാരണങ്ങൾ. ഒന്ന്, ആ 3 കാരണത്തിൽ 2 കാരണങ്ങൾ ഒന്നാമത്തെ കാരണത്തിൻ്റെ തുടർച്ചയാണ്. ഒന്നാമത്തെ കാരണം അല്ലെങ്കിൽ ഏക കാരണം, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളാവാനുള്ള ഏക കാരണം പറയും മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. സ്റ്റെൽത്ത് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ വിമാനങ്ങളും കപ്പലുകളും. സ്റ്റെൽത്ത് അന്തർവാഹിനിയുണ്ട്, കപ്പലുകളുണ്ട്. നമ്മളിപ്പോൾ 2 സ്റ്റെൽത്ത് ഷിപ്പുകൾ ഇറക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് സ്റ്റെൽത്ത്. ഓപ്പറേഷൻ സ്റ്റെൽത്ത് എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അമേരിക്ക നടപ്പാക്കിയതാണ്. അമേരിക്ക എന്ന് പറയുമ്പോൾ CIA നടപ്പാക്കിയതാണ്. സത്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ശത്രുത ഉണ്ടാവുന്നത് ഓപ്പറേഷൻ സ്റ്റെൽത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 3 കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ടിബറ്റാണ്. ടിബറ്റ് ഒരു മതരാജ്യമായിരുന്നു. വത്തിക്കാൻ പോലെയുള്ള ഒരു മതരാജ്യം. ഈ വത്തിക്കാൻ പോലെയുള്ള ഈ മതരാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ രാജ്യത്തിൽ ചക്രവർത്തിമാരുണ്ടാവും, അല്ലേ? രാജാക്കന്മാരുണ്ടാവും. തെരഞ്ഞെടുപ്പൊന്നുമല്ല. അങ്ങനെ ഒരു പ്രോസസ്സ് വഴി, അതായത് ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പുനർജന്മമാണ്. അതായത് ദലൈലാമ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലാമ ആണ് ടിബറ്റിൻ്റെ അധികാരി. ലാമയെ തിരഞ്ഞെടുക്കുന്ന ലാമയുടെ മകനോ മക്കളെയോ ഒന്നുമല്ല, മറിച്ച് ഒരു ലാമ മരിക്കുമ്പോൾ അടുത്ത പുനർജന്മം ഉണ്ടാവും. ആ പുനർജന്മത്തെ മരിക്കുമ്പോൾ തന്നെയല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബോധിധർമ്മൻ്റെ പുനർജന്മമാണ് ലാമ എന്നാണ് പറയുന്നത്, ഇപ്പോഴത്തെ ദലൈലാമ ഉൾപ്പെടെ. അതുകൊണ്ട് അടുത്ത ലാമയെ കൊണ്ടുവന്ന് അധികാരം കൽപ്പിക്കുക. അങ്ങനത്തെ ഒരു ലാമ ഭരണ സമ്പ്രദായം, പുനർജന്മത്തിലൂന്നിയുള്ള ഒരു ഭരണ സമ്പ്രദായമാണ് ടിബറ്റിലുണ്ട്. ഈ ടിബറ്റ് 1950 പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ചൈനീസ് പട്ടാളം ടിബറ്റിൽ കയറിയിട്ട് അവർ ടിബറ്റിനോട് പറഞ്ഞു, ഒരു 7 പോയിൻ്റ് എഗ്രിമെൻറ്റ്, നിങ്ങൾ 7 വ്യവസ്ഥകളുള്ള ഒരു കരാർ ഒപ്പിടണം എന്ന് ടിബറ്റിനോട് പറഞ്ഞു. ടിബറ്റ് ഒരു കൊച്ചു രാജ്യമാണ്, പട്ടാളമൊന്നുമില്ല. അവർ ബുദ്ധമന്ത്രങ്ങളൊക്കെ ജപിച്ചിരിക്കുന്ന ഒരു ചെറിയ രാജ്യം. അവരതിന് മുന്നിൽ കീഴടങ്ങി. 7 വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ വിദേശകാര്യം, പ്രതിരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൈനയായിരിക്കും സ്വീകരിക്കുക. എന്നാൽ ഇവർക്ക് സ്വയംഭരണം ഉണ്ടാവുന്നതാണ് PLA, പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്നുള്ള ചൈനീസ് പട്ടാളം ടിബറ്റിൽ കയറുമ്പോൾ ഉണ്ടാക്കുന്ന വ്യവസ്ഥ. പക്ഷേ അതിനു മുമ്പ് അതുവരെ നമ്മളായിരുന്നു, ഇന്ത്യയായിരുന്നു ടിബറ്റിൻ്റെ ടെലഗ്രാഫ്, പോസ്റ്റൽ തുടങ്ങിയ ടിബറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. ടിബറ്റിൽ ഇന്ത്യക്ക് ഒരു സേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യമുണ്ടല്ലോ, ഭൂട്ടാൻ്റെ വിദേശ നയം, പ്രതിരോധം, ഇതൊക്കെ നോക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ടിബറ്റുമായി നമുക്കൊരു ബന്ധം ഉണ്ടായിരുന്നതാണ് ചൈനീസ് ആർമി കയറി അവസാനിപ്പിച്ചത്. പക്ഷേ മതസ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ചൈനീസ് പട്ടാളം ചെയ്ത് വലിയ മതപീഡനം ആരംഭിച്ചു. സന്യാസിമാരെ ജയിലിലിട്ടു, കൂട്ടക്കൊലകൾ നടന്നു, ബലാത്സംഗങ്ങൾ നടന്നു, ബുദ്ധവിഹാരങ്ങൾ നശിപ്പിക്കപ്പെട്ടു. പിന്നീട് നിങ്ങൾക്ക് സ്വയംഭരണം ഉണ്ടാകും എന്നുള്ള വ്യവസ്ഥയും ലംഘിച്ചിട്ട് ചൈന പറഞ്ഞു ടിബറ്റ് ചൈനയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. അപ്പോൾ ടിബറ്റ് അങ്ങനെ ചൈനയുടെ ഭാഗമായപ്പോൾ നമുക്ക് അതിർത്തി പ്രശ്നം ഉണ്ടായി. കാരണം ടിബറ്റ് സ്വതന്ത്ര രാജ്യമായിരുന്നപ്പോൾ നമ്മളും ടിബറ്റും തമ്മിലായിരുന്നു അതിർത്തി ഉണ്ടായിരുന്നത്. ടിബറ്റ് ചൈന ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി?
അതിർത്തി ചൈനയും ഇന്ത്യയും തമ്മിലായി. അപ്പം ടിബറ്റ് എന്ന് പറയുന്നത് നമ്മളുമായി ഒരാശ്രിതപ്പെട്ട് കിടക്കുന്ന രാജ്യമായിരുന്നപ്പോൾ ആ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ടിബറ്റ് ചൈനയുടെ ഭാഗമായപ്പോൾ അതിർത്തി പ്രശ്നങ്ങളുണ്ടായി. 1959 ലാസയിൽ, ടിബറ്റിൻ്റെ തലസ്ഥാനമായ ലാസയിൽ വലിയൊരു കലാപമുണ്ടായി. ചൈനീസ് അധിനിവേശത്തിനെതിരെ വലിയ കലാപമുണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പോഴാണ് ഗത്യന്തരമില്ലാതെ ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ആസ്ഥാനമാക്കി പ്രവാസി സർക്കാരിനെ, ടിബറ്റൻ ഗവൺമെൻറ്റിനെ നയിക്കുന്ന ദലൈലാമ അവിടുന്ന് ഓടിപ്പോരുന്നത്. ദലൈലാമ അവിടുന്ന് രക്ഷപ്പെടണം. ഇവിടെയാണ് ഓപ്പറേഷൻ സ്റ്റെൽത്ത് ആരംഭിക്കുന്നത്, സിഐയുടെ. അപ്പോൾ അമേരിക്ക ഇതിനിടയ്ക്ക് ടിബറ്റിലെ ചെറുപ്പക്കാരെ ട്രെയിൻ ചെയ്ത് ചൈനീസ് ഭരണകൂടത്തിനെതിരെ കലാപമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് 1959 ഈ ലാസ കലാപം ഉണ്ടാകുന്നത്. ദലൈലാമ ഓടിപ്പോരുകയാണ്. എങ്ങോട്ട് ഓടണം? അമേരിക്ക തീരുമാനിച്ചു, സിഐഎ തീരുമാനിച്ചു ഇന്ത്യയിലേക്ക് പോരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ വിളിച്ചു പറഞ്ഞു, സിഐഎ വഴി അമേരിക്ക പറഞ്ഞു ദലാമയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. നെഹ്റു സമ്മതിച്ചു. നെഹ്റു സംഭവിച്ച അന്ന് ആരംഭിച്ചതാണ് ചൈനയുമായിട്ടുള്ള ഈ ശത്രുത. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ദലൈലാമയ്ക്ക് ആസ്ഥാനം കൊടുത്തത് മാത്രമല്ല, നമ്മൾ നീന്തറിയോ, ഇവിടെ അവർക്ക് പ്രവാസ സർക്കാർ ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്തു. ടിബറ്റിന് ഇപ്പോൾ ധർമ്മശാലയിൽ ടിബറ്റൻ പാർലമെൻറ്റുണ്ട്, ടിബറ്റൻ പ്രസിഡൻ്റുണ്ട്, ടിബറ്റൻ പ്രധാനമന്ത്രിയുണ്ട് പ്രതീകാത്മകമായിട്ട്. അപ്പോൾ ചൈനയ്ക്ക് ഇഷ്ടമില്ലാത്ത, ചൈനയോട് യുദ്ധം പ്രഖ്യാപിച്ച ലാസ കലാപം ചൈനയ്ക്കെതിരായ യുദ്ധമായിരുന്നു. അതിന് നേതൃത്വം വഹിച്ച ദലൈലാമയ്ക്ക് ഇന്ത്യയിൽ സ്ഥലം കൊടുത്ത് പ്രവാസ സർക്കാർ ഉണ്ടാകുന്നു. ആർക്കെതിരാണത്? ചൈനയ്ക്കെതിരാണ്. അപ്പോൾ ചൈനയ്ക്കെതിരെ ഒരു ശത്രുതാ മനോഭാവം ഉണ്ടാക്കിയത് ഇന്ത്യൻ നടപടിയാണ്. നമ്മൾ അപ്രിയ സത്യം പറയാതിരുന്നിട്ട് വരിക. നെഹ്റുവിൻ്റെ കാലത്ത് സിഐക്ക് വഴങ്ങി നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഒരു സൗകര്യം, ടിബറ്റിലെ ദലൈലാമ സർക്കാരിന് ഉണ്ടാക്കി കൊടുത്ത ഈ സൗകര്യമാണ്, പ്രവാസ സർക്കാരിന് ഉണ്ടാക്കി കൊടുത്ത ഈ സൗകര്യമാണ് ഇന്ത്യ ചൈന ശത്രുതയുടെ മൂല കാരണം. നമ്മളിപ്പം ഇന്ത്യക്കാരാണ്, നമ്മൾ ഇന്ത്യക്കെതിരെ ഒന്നും പറയാൻ പാടില്ല, അങ്ങനൊന്നുമല്ല. നമുക്ക് ഡിപ്ലോമാറ്റിക് തലത്തിൽ ഉണ്ടായ ഒരു പരാജയമാണ്, ഒരു ദീർഘവീക്ഷണമില്ലാത്ത നമ്മുടെ നയത്തിൻ്റെ ഭാഗമായി നമ്മുടെ പ്രധാനമന്ത്രി എടുത്ത ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ആയിരക്കണക്കിന് ആണ്ടുകളുമായി ചൈനയുമായിട്ടുണ്ടായിരുന്ന നമ്മുടെ ബന്ധം തകർന്നു പോയത്. ഇന്ത്യയുടെ അപ്പം ജയിച്ചതാരാ? അമേരിക്ക ഓപ്പറേഷൻ സ്റ്റെൽത്തിൻ്റെ ഭാഗമായിട്ടാണ് ലാസ കലാപം ഉണ്ടാക്കി ദലൈലാമയെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചത്. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ രണ്ട് വൻശക്തികളായി മാറാൻ സാധ്യതയുള്ള ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു കാലത്തും സൗഹൃദം ഉണ്ടാവരുത് എന്ന് മുൻകൂട്ടി കണ്ട് അമേരിക്ക ഉണ്ടാക്കിയ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമായിരുന്നു ദലൈലാമയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് ആ ഓപ്പറേഷൻ സ്റ്റെൽത്ത് ഈ പറഞ്ഞതുപോലെ വിജയിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ധർമ്മശാലയിലെ പ്രവാസ ഗവൺമെൻറ് ഉണ്ടായതോടുകൂടിയാണ് ഇന്ത്യ ചൈന സംഘർഷം, ശത്രുത അതിൻ്റെ പാരമ്യത്തിലാക്കിയത്. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇപ്പോൾ POK, പാക് അധിനിവേശ കാശ്മീർ, പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്നു. അവിടെ ഒരു പ്രവാസ ഗവൺമെൻറ്റിനെ പാകിസ്ഥാൻ നിലനിർത്തുന്നുണ്ട്. നമുക്കിഷ്ടപ്പെടുമോ? ഇല്ല. അത് തന്നെയല്ലേ ചൈനയെ സംബന്ധിച്ച് ചൈനയിൽ നിന്ന് ഓടിപ്പോയ ചൈന ടിബറ്റിനോട് അനീതി കാണിച്ചു, ശരിയാണ്. പക്ഷേ ടിബറ്റിന് വേണ്ടി ഐക്യരാഷ്ട്രസഭയിലൊന്നും സംസാരിക്കാനൊന്നും നിലപാടെടുക്കാനും ആരും ഉണ്ടായിരുന്നില്ല. ചില പ്രമേയമൊക്കെ വന്നു എന്നല്ലാതെ ചൈനയെ എതിർക്കാനോ ടിബറ്റിനെ വിട്ടുകൊടുക്കണമെന്ന വലിയ ശക്തമായൊരു മൂവ്മെൻ്റ് ഒന്നും ലോകത്തുണ്ടായില്ല. ഇപ്പോഴും ടിബറ്റ് ചൈനയുടെ ഒരു നിയന്ത്രണത്തിൽ. അതെ. അപ്പോൾ ഇന്ത്യ മാത്രം ആവശ്യമില്ലാത്ത ഒരു സാധനം എടുത്ത് തലയിലോട്ട് വെച്ചു. ഇതാണ് ചൈനീസ് താല്പര്യത്തിനെതിരായിട്ട് ഇന്ത്യ നിലപാടെടുത്തു എന്നതാണ് ഇന്ത്യ ചൈന ശത്രുതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് നമ്മൾ സമ്മതിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ്സ് എ ഫാക്റ്റ്. ഇപ്പോൾ 62 ഇന്ത്യ ചൈന യുദ്ധത്തിൽ നമ്മൾ തോറ്റുപോയില്ലേ? അതെ, ഇന്ത്യ തോറ്റുപോയി എന്ന് തന്നെ നമ്മൾ പറയണം. തോറ്റുപോയി. നമ്മുടെ പട്ടാളക്കാർക്ക് ഷൂസ് പോലും ഉണ്ടായിരുന്നില്ല. ഈ 62 യുദ്ധത്തിലേക്ക് പോലും നയിച്ചത് ഇതാണ്, ഈ സംഭവമാണ്, ഈ ശത്രുതയാണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് നെഹ്റു എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയും അധിനിവേശ ശക്തികൾക്കെതിരെ ധീരമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാം. ശരിയാണ്. ടിബറ്റിൽ ചൈന അധിനിവേശം നടത്തിയപ്പോൾ നമ്മൾ അതിൽ പ്രതിഷേധിച്ചു. ചൈനയ്ക്ക് ഒരു താക്കിയതുപോലെ നമ്മൾ ടിബറ്റൻ ഭരണാധികാരി ദലൈലാമയ്ക്ക് അഭയം കൊടുത്തു എന്നൊക്കെ പറയാം. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ഗുണമുണ്ടായി? ദലൈലാമ ഇന്ത്യയിലിരിക്കുന്നതുകൊണ്ട് ഇന്ത്യക്ക് എന്താ ഗുണം? അപ്പോൾ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഇമേജ് ബിൽഡ് ചെയ്യാം എന്നുള്ള വാദം നമ്മൾ സമ്മതിക്കാം. പക്ഷേ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, നൂറ്റാണ്ടുകളുടെ ബന്ധം തകർത്ത് ഇന്ത്യ ചൈന ശത്രുത എന്നുള്ള റിസൾട്ടല്ലേ കിട്ടിയത്? അതെ, ആ റിസൾട്ടാണല്ലോ ഇപ്പോഴും തുടരുന്നത്. ഇനി മാത്രമല്ല, നോക്കൂ, ഇതുവരെ
നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ടായിട്ടും ഇപ്പോൾ ജപ്പാൻ അല്ലെങ്കിൽ മംഗോളിയ അതുപോലെ ബുദ്ധമതക്കാരുള്ള ഒരുപാട് രാജ്യങ്ങൾ ലോകത്തില്ലേ, അവിടേക്കൊന്നും ദലൈലാമയെ CAA കൊണ്ടുപോയില്ലല്ലോ. ഇല്ല. ബുദ്ധമതം ന്യൂനപക്ഷമായ ഇന്ത്യയിലേക്കാണ് കൊണ്ടുവന്നത്. ദലൈലാമയ്ക്ക് ഏറ്റവും സൗകര്യപ്രദമായി ഇരിക്കാൻ പറ്റുന്ന എവിടെയാണ്? ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഏതെങ്കിലും രാജ്യത്തിലേക്ക് അവിടേക്ക് വേണേൽ കൊണ്ടുപോകാം. അവിടെ കൊണ്ടുപോയാൽ കുറച്ചുകൂടെ ആധികാരികമായി ദലൈലാമയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇവിടുത്തെ ഒരു മൈക്രോ മൈനോറിറ്റിയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ബുദ്ധമതക്കാർ. അപ്പോൾ ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത് CAA എന്തുകൊണ്ടാണ്? സിമ്പിൾ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും സ്മൂത്ത് ആവാൻ പാടില്ല. ഇതായിരുന്നു അജണ്ട. ഇനി മാത്രമല്ല 1989 ആയപ്പോഴത്തേക്ക് ഇന്ത്യയിൽ വലിയ മാറ്റം ഉണ്ടായി. നമ്മൾ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ വലിയൊരു മാറ്റത്തിൻ്റെ, നമ്മൾ നരസിംഹറാവുവിനെ മുതൽ ആരംഭിക്കണം. ഇന്ത്യ ആധുനികവൽക്കരണത്തിൻ്റെ ഈ പരമ്പരാഗതമായ സോഷ്യലിസ്റ്റ് തിയറിയൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ കച്ചവട താല്പര്യം, മുതലാളിത്ത പാതയിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ്. സംശയമൊന്നുമില്ല, മുതലാളിത്ത പാതയിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ഒരു പാതയിലേക്ക് പോകുന്ന ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയുന്ന നയം മാറ്റം ഇന്ത്യയുടെ അതുവരെ നെഹ്റുവിയൻ നയം പൊളിച്ചെഴുതാൻ തുടങ്ങിയത് 1989 അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ ഈ 1989 ഈ ദലൈലാമ എന്ന് പറയുന്ന ഈ ടിബറ്റിൻ്റെ പേരിലുള്ള കുരിശ് നമ്മൾ ചുമക്കേണ്ടി വരുമോ എന്നൊരു ആലോചന ഒരുപക്ഷെ ഇന്ത്യക്കുണ്ടാകാമെന്ന് അമേരിക്ക കണ്ടു. അപ്പോഴത്തേക്ക് ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി. 1989 നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലാമയ്ക്ക് കിട്ടി, ദലൈലാമയ്ക്ക് കൊടുത്തു. ലോക സമാധാനത്തിന് വേണ്ടി ദലൈലാമ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്തുകൊണ്ടാണ് ദലൈലാമയ്ക്ക് സമാധാനത്തിന് വേണ്ടിയുള്ള നോബൽ സമ്മാനം സ്വീഡിഷ് സർക്കാർ കൊടുക്കുന്നത്? ഈ നോബൽ സമ്മാനം തന്നെ ഒരു വലിയ ട്രാജഡിയാണ്. നോബൽ സമ്മാനം ഏർപ്പെടുത്തിയ ആൽഫ്രഡ് നോബൽ, നോബലിൻ്റെ സമ്പാദ്യം, ലോകത്തെമ്പാടുമുള്ള സമ്പാദ്യം സ്വരൂപിച്ചൊരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിൻ്റെ വരുമാനം കൊണ്ട് സമ്മാനം കൊടുക്കുന്നു. 6,26,00,000 രൂപയാണ് നോബൽ സമ്മാനം നേടുന്ന ഒരാൾക്ക് കിട്ടുന്നത്. പല മേഖലകളിൽ നോബൽ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നോബൽ സമ്മാനം കൊടുക്കാൻ കാരണമായ ഈ പണം ലോകത്തെ ആയിരക്കണക്കിന് മനുഷ്യരുടെ ചോര പുരണ്ട പണമാണ്. കാരണം ഡൈനാമിറ്റ് എന്ന് പറയുന്ന മാരകമായ സ്ഫോടക വസ്തു കണ്ടുപിടിച്ചാണ് ആൽഫ്രഡ് നോബൽ പണക്കാരനായത്. അതെ, ലോകത്ത് ലോകമഹായുദ്ധങ്ങളിൽ എത്രയോ ആളുകളെ, അല്ലേ, ലോകമഹായുദ്ധത്തിൽ മാത്രമല്ല അതിനുശേഷമുള്ള യുദ്ധത്തിലും എത്രയോ ആളുകളെ കൊന്നു ഈ ഡൈനമിറ്റ് എന്ന് പറയുന്ന സ്ഫോടക വസ്തു. അപ്പോൾ നോബൽ സമ്മാനം എന്ന് പറഞ്ഞാൽ ചോരപ്പണമാണ്, ചോര പുരണ്ട പണമാണ്, അങ്ങനെ ആർജിച്ച പണമാണ്. അപ്പോൾ ആ സമ്മാനം കൊടുക്കുക, ഇതിനൊരു മാനവിക മുഖമുണ്ട്. ദലൈലാമയ്ക്ക് നോബൽ സമ്മാനം കിട്ടി. അപ്പോൾ സമാധാനത്തിന് നോബൽ സമ്മാനം, അപ്പോൾ ലോകം മുഴുവൻ ആദരിക്കുക. സമാധാനത്തിൻ്റെ പ്രവാചകൻ. അങ്ങനെ സമാധാനത്തിൻ്റെ പ്രവാചകനായ ഒരു മാനവിക മുഖം ഈ നോബൽ സമ്മാനം കിട്ടുന്ന ആൾക്ക് കിട്ടുകയാണ്. അയാളെ പിന്നെ ഇന്ത്യക്ക് പുറത്താക്കാൻ പറ്റുമോ? മനസ്സിലായോ? ഇന്ത്യക്ക് ഒരിക്കലും സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഒരാളെ പുറത്താക്കുക. നോക്കൂ, മദർ തെരേസയുടെ കാര്യം. യുഗോസ്ലാവിയക്കാരിയായ മദർ തെരേസ ഇന്ത്യയിൽ വന്നു. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള അലിഗേഷൻസ്, ഒരുപാട് ഗുരുതരമായ അലിഗേഷൻസ് വന്നിട്ട് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന മദർ തെരേസയുടെ സംഘടനയുടെ സാമ്പത്തിക മാർഗം പോലും ഇന്ത്യ സർക്കാർ നിരോധിച്ച സമയമുണ്ട്. അപ്പം മദർ തെരേസയ്ക്ക് ഒരു നോബൽ സമ്മാനം കിട്ടി. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളാകെ മതപരിവർത്തനത്തിൻ്റെ പേരിൽ മദർ തെരേസയ്ക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയ സമയത്താണ് മദർ തെരേസയ്ക്ക് നോബൽ കൊടുക്കുന്നത്. അപ്പോൾ മദർ തെരേസ ഒരു വലിയ മാനവിക ബിംബമായി. മുഹമ്മദ് യൂനുസിനെ വലിയ ഒരു പ്രവാചക തുല്യമായിട്ട് അവതരിപ്പിച്ചിട്ട് നോബൽ സമ്മാനം കൊടുത്തു. ഇപ്പോൾ അവിടെ ഒരു വലിയ കലാപം, വിപ്ലവം ഉണ്ടാക്കിയപ്പോൾ അയാളെ കൊണ്ട് അവിടെ പ്ലേസ് ചെയ്തു. ഇതൊക്കെ ഒരു അജണ്ടയാണ്. ഈ അജണ്ടയുടെ ഭാഗമായിട്ടാണ് 89 നോബൽ സമ്മാനം ദലൈലാമയ്ക്ക് കൊടുത്തതെന്ന് സംശയിച്ചാൽ ഒരു തെറ്റുമില്ല. കാരണം ഇന്ത്യക്ക് ഒരിക്കലും പിന്നീട് നോബൽ സമ്മാനം കിട്ടിയ ആളെ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോകണം, ഞങ്ങൾക്ക് ഇന്ത്യ ചൈന ബന്ധമാണ് പ്രധാനം, ഒരു വ്യക്തിയല്ല പ്രധാനം എന്ന് ഇന്ത്യക്ക് പറയാൻ കഴിയാത്ത ഒരു കുരുക്കിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടും. ഇതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ. നോക്കൂ, നമ്മൾ ചൈനയെക്കുറിച്ച് ചൈന തമ്മാടി രാജ്യമാണെന്നൊക്കെ നമ്മൾ പറയും. ചൈന ഈ ടിബറ്റ് അല്ലാത്ത ലോകത്ത് ഏതെങ്കിലും രാജ്യങ്ങൾക്ക് അധിനിവേശം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തിയിട്ടുണ്ടോ? ഞാൻ ചൈനീസ് പക്ഷം പറയുകയല്ല. നമ്മുടെ ഈ പാർത്ഥിയന്മാർക്കെതിരെ യുദ്ധം നടത്തിയ നമ്മുടെ കനിഷ്കൻ ചൈന കയറി ആക്രമിച്ചിട്ടുണ്ട് പണ്ട്, കനിഷ്ക രാജാവ്. പക്ഷെ അതൊക്കെ ഒരു ചൈന പിടിക്കാനായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ അവർ രാജ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പാർത്ഥിയന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെതിരെ അവരെ ഒതുക്കാൻ വേണ്ടി കനിഷ്കൻ്റെ സേന ചൈനയിൽ കയറി അവരെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു പോന്നു, നമ്മൾ പിടിച്ചെടുത്തില്ല. വേണമെങ്കിൽ പറയാം, എന്നെങ്കിലും ചൈനയിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ രാജാവാണ്. ചൈനക്കാർ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല. 62 യുദ്ധം മാറ്റി നിർത്തിയാൽ. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇങ്ങനൊരു വലിയ ബന്ധം ഉണ്ടായിരിക്കെ അത് അമേരിക്കൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് തകർന്നു പോയത്. അതിനെ തിരികെ പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ
ആയിരത്താണ്ടുകളുടെ ഒരു വലിയ സൗഹൃദത്തിൻ്റെ ആ സിൽക്ക് പാത വീണ്ടും തുറക്കുകയാണ്. അതാണിപ്പോൾ മോദിയും ഷിയും തമ്മിലുള്ള മീറ്റിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിനിപ്പം നമ്മൾ നോക്കണം, ഈ മീറ്റിങ്ങിന് ആരാണ് മുൻകൈ എടുത്തത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ത്യ അല്ല. കാരണം ഓഗസ്റ്റ് മാസത്തിൽ ബ്ലൂംബർഗ് ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ, ഇതിപ്പം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ, ഇപ്പോൾ ഇന്ന് സെപ്റ്റംബർ ആയില്ലേ, ഓഗസ്റ്റ് മാസത്തിൽ ചൈനീസ് പ്രസിഡന്റിൻ്റെ ഒരു കത്ത് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് വന്നു. നമ്മൾ രണ്ട് രാജ്യങ്ങളും ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ രണ്ട് കൂട്ടരും അപകടത്തിലാകുമെന്ന് പറഞ്ഞ് ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിന് കത്തയച്ചു. ഇത് റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ മാധ്യമങ്ങൾ, ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാധ്യമങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം കൈനീട്ടിയതാരാണ്? ചൈനയാണ്. ചൈന പറയുന്നു നമ്മൾ ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ രണ്ട് കൂട്ടരും അപകടത്തിലാകും എന്ന്. ഇപ്പം മുർമുവിന് കത്തയച്ച ആ കത്താർക്കാണ്? മോദിക്കുള്ളതാണ്. കാരണം പ്രസിഡന്റിനെ കത്തയക്കാൻ പറ്റുള്ളൂ, പ്രോട്ടോക്കോളുണ്ട്. ചൈനീസ് പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അപ്പം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ചൈനയിൽ പ്രസിഡന്റാണ് വലുതെങ്കിൽ ഇന്ത്യയിൽ പ്രസിഡന്റ് അല്ല, പ്രധാനമന്ത്രിയാണ്. പക്ഷേ പ്രോട്ടോകോൾ അനുസരിച്ച് ചൈനീസ് പ്രസിഡന്റ് ഈക്വലൻസ് ഷൂവിൽ നിൽക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. അതുകൊണ്ടാണ് ഷീ ഇങ്ങോട്ട് കത്തയക്കുന്നു. പക്ഷേ ഒരു എക്സിക്യൂട്ടീവ് അധികാരങ്ങളൊന്നും ഇല്ല. അതെ, പക്ഷേ അങ്ങനെ പ്രസിഡന്റ് കത്തയച്ച കത്ത് ആർക്കുള്ള കത്താണ്? പ്രധാനമന്ത്രിക്കുള്ള കത്താണ്. ഇങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ആ കത്തയച്ചിട്ട് ആദ്യം പറയുന്നത് ഇങ്ങനെ കാണണം, നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുന്നത് ചൈനയാണ്. ആ കത്ത് നേരെ പ്രധാനമന്ത്രി എടുത്തിട്ട് പോകുന്നു. തീർന്നില്ല, ചൈന മറ്റൊന്നുകൂടി ചെയ്തു. ചൈന എന്നിട്ട് അവരുടെ വിദേശകാര്യമന്ത്രി വാങ്ങിയെ ഇങ്ങോട്ട് അയക്കുന്നു. ആരാണ് മുൻകൈ എടുത്തത്? ആരാണ് ഫോളോ അപ്പ് ചെയ്തത്? ചൈനയാണ്. അപ്പോൾ ചൈന ഇപ്പോൾ നമുക്ക് നേരെ കൈനീട്ടിരിക്കുകയാണ്. അല്ലാതെ നരേന്ദ്രമോദി പോയി ചൈനയുടെ കാലിൽ വീണൊന്നുമല്ല. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒന്നിച്ച് നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് അതിനുള്ള കരുക്കൾ ചൈന മുന്നോട്ട് നിൽക്കുമ്പോൾ, അതിനുള്ള കൈ ചൈന മുന്നോട്ട് നിൽക്കുമ്പോൾ അതിൽ നമ്മൾ പിടിക്കാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ നിർണായകമായ ബന്ധം എന്ന് പറയുന്നത് ചൈന ഇന്ത്യ ബന്ധം മാത്രമല്ല, അതിൻ്റെ കൂടെ റഷ്യയും കൂടെയുണ്ട്. ഇന്ത്യ ചൈന റഷ്യ ബന്ധം. ഇപ്പം പുടിനും ഉണ്ട്, അവിടെ മോദിയും ഉണ്ട്, ഇപ്പം പാകിസ്ഥാനും പങ്കെടുക്കുന്നുണ്ട്. ഷാങ്ഹായ് ഉച്ചകോടിയിലുണ്ട്. ഒന്നും കേൾക്കാനില്ലല്ലോ പാകിസ്ഥാനെ കുറിച്ച്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ നിൽക്കുകയാണ് പാകിസ്ഥാൻ. അപ്പം ശരിക്കും ഈ ഉച്ചകോടിയുടെ ലക്ഷ്യം പോലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദം ഊട്ടി ഉറപ്പിക്കുക എന്ന മിനിമം അജണ്ടയിലേക്ക് ഷാങ്ഹായ് ഉച്ചകോടി മാറിയിരിക്കുന്നു. കാരണം നമ്മൾ ഇന്നലെ ഈ മോദിയും ഷിയുടെ ഭാര്യ പെങ് ലിയുവാനും കൂടെ നിൽക്കുന്ന ചില ചിത്രങ്ങളൊക്കെ കണ്ടു. എത്ര ഊഷ്മളമായ സ്വീകരണമാണ് അല്ലേ? ചൈനീസ് പ്രസിഡന്റിൻ്റെ ഭാര്യ ഉൾപ്പെടെ വന്നിട്ട് മോദിയെ സ്വീകരിക്കുന്നു. ചൈനയുടെ ചരിത്രത്തിൽ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ലാത്ത രാജകീയമായ വരവേൽപ്പാണ് അവിടെ കിട്ടിയത്. അപ്പോൾ മാത്രമല്ല, ഇന്നലത്തെ യോഗം കഴിഞ്ഞപ്പോഴത്തേക്ക് ഷീ പറയുന്നു, അതായത് ആനയും ഡ്രാഗനും ഒന്നിച്ച് നൃത്തം ചെയ്യേണ്ടത് ഇന്നത്തെ ലോകത്ത് സമാധാനം, സഹകരണം, സഹവർത്തിത്വം ഒക്കെ ഉറപ്പിക്കാൻ അനിവാര്യമാണെന്ന് പറഞ്ഞു. നേരത്തെ തന്നെ ഷീ നേരത്തെയും പറഞ്ഞിരുന്നു ആനയും ഡ്രാഗണും ഒന്നിച്ച് നിൽക്കണമെന്ന്. അപ്പോൾ ഇന്ത്യ ചൈന ബന്ധം പഴയ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ ഊഷ്മളതയിലേക്ക് മടങ്ങുകയാണെങ്കിൽ, ആ സിൽക്ക് പാത വീണ്ടും തുറക്കുകയാണെങ്കിൽ ലോകം വല്ലാതെ മാറിപ്പോകും. കാരണം ഈ ഇന്ത്യ ചൈന റഷ്യ എന്നൊരു അച്ചുതണ്ട് യാഥാർത്ഥ്യമായി വന്നാൽ അമേരിക്കയുടെ കഥ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ അമേരിക്ക വെറുതെ ഇരിക്കുമെന്ന് കരുതാൻ പറ്റില്ല. ഒരുപക്ഷെ ഒരു ലോക യുദ്ധത്തിലേക്ക് പോലും, വ്യാപാര യുദ്ധം മാറിയിട്ടൊരു ലോക യുദ്ധത്തിലേക്ക് വരെ മാറുമായിരിക്കാം. എന്നിരുന്നാലും ലോകത്തിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു മീറ്റിംഗാണ്. അതിനിപ്പോൾ കോൺഗ്രസ് പറയുന്നതെന്നറിയോ? കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ലായിരുന്നു. കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, മോദിക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ് ഷിയുടെ മുന്നിൽ കീഴടങ്ങിയത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരു നിർണായകമായ ഘട്ടം, ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിന് കത്തയച്ച് ആവശ്യപ്പെട്ട സൗഹൃദം, അതിലേക്ക് നമ്മൾ കൈനീട്ടുമ്പോൾ നരേന്ദ്രമോദി നട്ടലില്ലാതെ ചൈനയ്ക്ക് കീഴടങ്ങി എന്നൊക്കെ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പാപ്പരത്വം അല്ലെങ്കിൽ രാജ്യവിരുദ്ധത കൂടി തിരിച്ചറിയാനുള്ള അവസരമാണ്. ഏതായാലും ഒരിക്കൽ കൂടി ഇന്ത്യ ചൈന ബായി എന്നുള്ള വിളി ഉയരുമ്പോൾ ആശങ്ക നമുക്കുണ്ടാകും. ചൈനയെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്നുള്ള ചോദ്യമുണ്ട്. ചൈന എപ്പോഴാണ് നമ്മളെ ചതിച്ചിട്ടുള്ളത്? നമ്മളെപ്പോഴും പറയും ചൈനയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, ചൈനയെ വിശ്വസിക്കാൻ കൊള്ളൂല. എപ്പോൾ ചൈന നമ്മളെ ചതിച്ചു? സത്യത്തിൽ നമ്മളൊരു ആത്മപരിശോധന നടത്തും. നമ്മളല്ലേ ചൈനയുടെ വികാരങ്ങളെ മുറിവേൽപ്പിച്ചത്? പിന്നെ 62-ൽ യുദ്ധം ഉണ്ടായി, നമ്മൾ തോറ്റുപോയി. അതുകൊണ്ട് എക്കാലത്തും അതിൻ്റെ പകയം കൊണ്ട് നമ്മൾ നടക്കട്ടെ. ഇപ്പോൾ തോക്കുന്നവൻ ആ മുറിവുണ്ടാവുമായിരിക്കാം, എന്നാൽ പോലും ആ മുറിവുണക്കാൻ
ഈ 62 യുദ്ധത്തിലോളം നയിച്ചതുപോലും നമ്മുടെ നയതന്ത്ര രംഗത്തുള്ള നമ്മുടെ പരാജയമാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് ആ മുറിവ് ഉണങ്ങേണ്ടതാണ്. നെഹ്റു എടുത്തിട്ടുള്ള ആനമണ്ടത്തരങ്ങളിലൊന്നാണ് ഇന്ത്യ ചൈന ശത്രുതയുടെ മൂലകാരണമെന്ന് തിരിച്ചറിയുക. മാത്രമല്ല, ഇന്ന് വിക്രം സിക്രി, നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി, ഇന്നലെ ചർച്ചകൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഇന്ത്യ ചൈന ബന്ധം വളരെ ദൃഢമാകാൻ പോവുകയാണ്. അതിൻ്റെ ഗ്യാരണ്ടി ആയിരിക്കും നമ്മുടെ അതിർത്തിയിലെ സംഘർഷം. ഇൻഷുറൻസ് പോളിസി പോലെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഇന്ത്യ ചൈന സൗഹൃദത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി ആയിരിക്കും അതിർത്തിയിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? വളരെ സിമ്പിളാണ്. നമ്മൾ പോളിസി എടുത്തിരിക്കുകയാണ്, ഇന്ത്യ അതിർത്തിയിൽ ഇനി പ്രശ്നം ഉണ്ടാവില്ല. അത് ഈ ബന്ധങ്ങളെ സഹായിക്കുമെന്ന് ഈ ചർച്ചകളിൽ പങ്കെടുത്ത വിക്രം സിക്രി പറഞ്ഞതുകൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യ ചൈന സൗഹൃദം അതീവ കരുത്തുറ്റതും പ്രതീക്ഷാ നിർഭരവുമായി മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ 2 രാഷ്ട്രത്തലവന്മാരുടെയും നമ്മുടെ പ്രധാനമന്ത്രിയുടെയും ചൈനീസ് പ്രസിഡന്റിന്റെയും സംയുക്ത പ്രസ്താവനയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.